പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഈ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വചനഭാഗം ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനം സങ്കീർത്തനം 27:14. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. പ്രിയമുള്ളവരെ, 3 കാര്യമാണ് ഈ പ്രഭാതത്തിൽ വളരെ അനുഗ്രഹത്തിൻ്റെതായ 3 കാര്യം. ഒന്ന്, നാം കർത്താവിൽ പ്രത്യാശ അർപ്പിക്കണം. എന്തിനേക്കാൾ അപ്പുറമായിട്ടും ദൈവത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കണം. ദൈവം എന്നെ സഹായിക്കും. ഇനി അടുത്തെന്താ പറയുന്നത്? ദുർബലനാകാതെ ധൈര്യം അവലംബിക്കുവിൻ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലതരത്തിലും ദുർബലപ്പെടുത്തുന്ന, ധൈര്യം ചോർന്നു പോകുന്ന ഭയത്തിൻ്റെ അവസ്ഥ ഉണ്ടാവും. എങ്കിൽ കർത്താവ് പറയുന്നു, ദുർബലനാകരുത്, ധൈര്യം അവലംബിക്കുവിൻ. അടുത്തായിട്ട് ഞാൻ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അടുത്ത എന്ത് ചെയ്യുന്ന പറയുമോ? കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. അതാ പ്രാധാന്യം. കർത്താവിൻ്റെ സമയമുണ്ട്, നമ്മുടെ സമയമല്ല. കർത്താവ് ആഗ്രഹിക്കുന്ന സമയമുണ്ട്. ആ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. പ്രിയമുള്ളവരെ, ഈ വചനത്തിൻ്റെ അർത്ഥം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിമുട്ട് നിറഞ്ഞ നിമിഷങ്ങളിൽ അല്ലെങ്കിൽ കഷ്ടകാലങ്ങളിൽ നിഷ്ക്രിയമായി കാത്തിരിക്കുന്ന ഒന്നും അല്ല, മറിച്ച് ദൈവത്തിൻ്റെ സമയമുണ്ടല്ലോ, ആ സമയത്തെ നമ്മൾ പൂർണ്ണമായും ആശ്രയിക്കണമെന്ന് പറയുന്നതാണ് അർത്ഥമാക്കുന്നത്. ഇവിടെ ഇങ്ങനെ നമ്മൾ ആശ്രയിച്ച് കാത്തിരിക്കുമ്പോൾ ഇതിന് ഒരു ആന്തരിക ധൈര്യവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ദൈവത്തിലുള്ള വിശ്വാസവും ആശ്രയമൊക്കെ ദൈവം ആവശ്യപ്പെടുന്നു. നമുക്കത് വേണം. ദൈവമായ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ ശക്തിപ്പെടുത്തും. എന്ത് വാഗ്ദാനം ചെയ്യുന്നുണ്ട്? ഒപ്പം തന്നെ ഇങ്ങനെ കാത്തിരിക്കണമെങ്കിൽ സജീവമായ വിശ്വാസം നമുക്ക് ആവശ്യം. ശക്തമായ വിശ്വാസം വേണം. ദൈവത്തിൻ്റെ സമയത്ത് ദൈവം എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുമെന്നുള്ള ഒരു വിശ്വാസമുണ്ട്. പിന്നെ കാത്തിരിപ്പുന്നാകുമ്പോൾ ഒന്നും ചെയ്യാത്തൊന്നല്ല കേട്ടോ, മറിച്ച് ആത്മവിശ്വാസമുള്ള ഒരു പ്രതീക്ഷ. ഒപ്പം തന്നെ അതായത് വലിയൊരു പ്രതീക്ഷ നമുക്ക് ഉണ്ടാവണം, ദൈവം പ്രവർത്തിക്കുമെന്ന്. അപ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ എന്ത് ചെയ്യണം? നാം സജീവമായി കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തെ ഒത്തിരി നിരാശപ്പെടുത്തുന്ന, തകർക്കുന്ന, ഭയപ്പെടുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിൽ പ്രത്യാശ അർപ്പിച്ച് കാത്തിരിക്കണം. ദുർബലപ്പെടുത്തുന്ന ഒരവസ്ഥ വന്നാൽ ധൈര്യം അവലംബിക്കണം. എന്നിട്ട് കർത്താവിനോട് കാത്തിരിക്കണം. എങ്കിൽ പ്രിയമുള്ളവരെ, ഇങ്ങനെ തമ്പുരാൻ്റെ സമയത്തിന് വേണ്ടി നാമൊക്കെ ഭയപ്പെടാതെ, ദുർബലപ്പെടാതെ, ദൈവം പ്രവർത്തിക്കുന്ന സമയത്തിന് വേണ്ടി വിശ്വാസത്തോടുകൂടി കാത്തിരിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിലെ എല്ലാ നിയോഗങ്ങൾ അൽത്താരയ്ക്ക് സമർപ്പിക്കാം. വാഗ്ദത്ത പേടകം. ഈ വാഗ്ദത്ത പേടകത്തിൽ സമർപ്പിച്ച് കഴിയുമ്പോൾ തമ്പുരാൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാനുള്ള വലിയൊരു വിളിയും കൂടി ഉണ്ട് കേട്ടോ. തമ്പുരാൻ്റെ സമയം നമ്മുടെ സമയമല്ല. ദൈവം തീർച്ചയായിട്ടും ക്ഷമയോടെ, വിശ്വാസത്തോടെ, ദൈവം ധൈര്യം തന്ന് അനുഗ്രഹിക്കുന്ന ബോധ്യത്തോടുകൂടി കാത്തിരിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ. തമ്പുരാൻ്റെ സമയത്തുകൊണ്ട് കാത്തിരിക്കാൻ ദൈവം നമ്മെ ശക്തിപ്പെടുത്തട്ടെ. നിയമങ്ങൾ സമർപ്പിച്ചോളൂ വാഗ്ദത്ത പേടകത്തിലേക്ക്. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൽത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. തീർച്ചയായിട്ടും കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. അച്ഛന് ഈശ്വരാശീർവാദം തരാം. നമ്മുടെ കർത്താവായ ശമിശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ.